സെലുട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാജഗോപാലാണ്. സാർ സ്വാഗതം. സ്വാഗതം പറയാം സാറെ, ടാറ്റയെ സംബന്ധിച്ച് വലിയ വിവാദം വരികയാണ്. കേരളത്തിൽ 10,000 കോടി കപ്പൽ നിർമ്മാണ രംഗത്ത് മുതൽ മുടക്കുമെന്ന് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നു. തൊട്ടു പിന്നാലെ ടാറ്റ അത് നിഷേധിച്ച് രംഗത്ത് വരുന്നു. പിന്നാലെ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു, മലബാർ സിമെൻറ്റ്സുമായിട്ട് ചേർന്ന് സംയുക്ത പ്രൊജക്റ്റ് എന്ന രീതിയിലാണ് ആ പദ്ധതി, അത് ഉണ്ടാകും എന്ന തരത്തിൽ അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ ഒടുവിൽ വരുന്ന വാർത്ത, ഇത്തരത്തിൽ ധാരണാപത്രം ആദ്യം ഒപ്പിട്ടത് മുൻ വ്യവസായ മന്ത്രി രാജീവിൻ്റെ കാലത്താണ് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ആരാണ് നുണ പറയുന്നത്? ഈ വിവാദങ്ങൾ വാസ്തവത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി തന്നെ ഇല്ലാണ്ടാക്കുമോ? അതാണ് ഈ പ്രേമൻ ചോദിച്ച വാക്കുണ്ടല്ലോ, ഈ നുണ പറയുക എന്ന് പറയും. നുണ പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിസ്സാരക്കാരല്ല ഇതിനകത്തിലെ കക്ഷികളായിട്ട് ഇപ്പൊ വന്നിരിക്കുന്നത്. പ്രേമം സൂചിപ്പിച്ച രണ്ടാളുകളാണ്. ഒന്ന് ടാറ്റ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പാണ് അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സത്യസന്ധരായ, ഇന്ന് വരെ സ്വതന്ത്ര ഇന്ത്യയിലെ സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്ത ഗ്രൂപ്പാണ് അവരെന്ന് പറയുന്നത്. അവർക്ക് ധാരാളം ബിസിനസ്സുകളുണ്ട് അല്ലെ. ഇന്ത്യയിൽ അവർക്കില്ലാത്ത ബിസിനസ് എന്താണ്? പക്ഷെ ഈ ഷിപ്പിംഗ് രംഗത്ത് അവർ വന്നതായിട്ട് നമ്മുടെ ഒരു അറിവിലില്ല. ഇപ്പൊ എന്റെ ഒരു ഓർമ്മയിലും എന്റെ ഒരു കേൾവിയിലും അങ്ങനെ ഒരു കാര്യമില്ല. ഷിപ്പിംഗ്, അതായത് കപ്പൽ നിർമ്മാണം, ഇത്തരം രംഗത്ത് അവർ വന്നത്, പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അവരൊരു ബിസിനസ് സംരംഭത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. മറ്റെല്ലാ മേഖലയും ഉണ്ട്. നമ്മുടെ ചായ അല്ലേ, നമ്മുടെ കണ്ണൻ ദേവൻ ചായയിൽ വരെ അവരുണ്ട്. നമ്മുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ ഒരു വലിയ ഫേമാണ് എന്ന് പറയുന്നത്. മലയാളിയായ കൃഷ്ണകുമാർ, നമ്മുടെ മലയാളിയായ കൃഷ്ണകുമാർ അതിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് വരെ എത്തിയ സ്ഥാപനമാണ്. പിന്നെ വലിയ കോർപ്പറേറ്റ് ഭീമനാണത്. പക്ഷെ ഇതൊരു പുതിയ അറിവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിപ്പോ രണ്ടാം കക്ഷി, എതിർകക്ഷി ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? ഇപ്പുറത്ത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. നമ്മൾ തെരഞ്ഞെടുത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മറു സൈഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ, അതാണ് കള്ളം പറയുകയാണെന്നൊരു വാക്ക് പറയുമ്പോൾ ഉപയോഗിച്ചില്ലേ. എന്തുകൊണ്ടാണ് ഞാൻ പറയില്ല, നമുക്ക് അതിനെ കുറിച്ച് വിശ്വസിക്കാനേ പറ്റുന്നില്ല. നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ മനഃപൂർവ്വം കള്ളം പറയുമോ? അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ? ഒരുപാട് സംശയങ്ങള് ഈ പ്രസ്താവനയുമായിട്ട്, ഈ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മുമ്പേ സൂചിപ്പിച്ചതൊക്കെ ശരിയാണ്. അദ്ദേഹം 3 ദിവസം മുമ്പ് നടത്തിയ ഒരു വാർത്താ സമ്മേളനം, എനിക്കൊന്ന് ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നല്ലേ നടത്തിയ ബ്രീഫിംഗിൽ അദ്ദേഹം പറഞ്ഞത്, ബ്ലൂംബർഗ് പോലെയൊരു മാധ്യമത്തിനോട് നൽകിയ അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു. അത് ഇംഗ്ലീഷിൽ പറഞ്ഞു. അതിനുശേഷം അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ചെയ്തത്. അതാണ് ബ്ലൂംബർഗിനെ നമുക്കറിയാം. അവരെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് മാധ്യമമാണ് അതെന്ന് പറയുന്നത്. അവർക്ക് കിട്ടുന്ന ആധികാരികമായ വിവരങ്ങൾ മാത്രമേ അവർ എടുക്കാറുള്ളൂ. അവരുടെ നിന്ന് കിട്ടുന്ന നമുക്ക് ഫാക്ട് ചെക്കിങ്ങിന്റെ പ്രശ്നങ്ങളെ അവിടെ വരുന്നില്ല. അപ്പൊ ബ്ലൂംബർഗിനോടാണ് അദ്ദേഹം അത് പറയുന്നത്. കേരളത്തിലെ ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി രൂപ കപ്പൽ നിർമ്മാണ രംഗത്ത് മുടക്കാൻ പോകുന്നു എന്നുള്ളത് ഒരു വലിയ വാർത്തയായിരുന്നു. ഒരുപക്ഷെ ഇംഗ്ലീഷ് അറിയാവുന്നവരായിരിക്കും അന്നേരം ശ്രദ്ധിച്ചത്. പിന്നീട് അതിന്റെ മലയാളത്തിലാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം വന്നത്. ശേഷമാണ് മലയാളികൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. അപ്പൊ 10,000 കോടി രൂപ ടാറ്റ കേരളത്തിൽ ഒരു കപ്പൽ നിർമ്മാണശാലയ്ക്ക് മുടക്കുന്നെന്ന് പറഞ്ഞാൽ വലിയ വാർത്തയാണത്. അപ്പൊ അത് പ്രത്യേകിച്ച് നമുക്ക് കൊച്ചിയിൽ ഒരു സ്ഥാപനമുണ്ട്, കൊച്ചിയിൽ ഒരു കപ്പൽ. ഇതിന്റെ ഒരു പശ്ചാത്തലവും കൂടി നോക്കണം. കാര്യം വി.ഡി. സതീശൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞത്, കേരളത്തെ ഇത്തരത്തിൽ, അതായത് കപ്പൽ ഗതാഗതത്തിൻ്റെയൊക്കെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ അതിനെ മാറ്റും. അദ്ദേഹം തുറമുഖ വകുപ്പ് പോലും കൈവശപ്പിച്ചേക്കുന്ന ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും പിന്നെ വ്യാഖ്യാനങ്ങൾ വന്നിരുന്നു. അന്നുണ്ടായിരുന്നു പറയാമോ, ഇതിനെക്കുറിച്ചൊക്കെ അന്ന് വലിയ ചർച്ചകൾ വന്നിരുന്നു. അദ്ദേഹം പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പ് എടുത്തുമ്പോൾ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും മറ്റേ ധനമന്ത്രി ആശ്രയിക്കേണ്ടി വരുന്നില്ല. അപ്പൊ അതൊരു വലിയ ഘടകമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് തുറമുഖ വകുപ്പ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി തുറമുഖ വകുപ്പ് എടുക്കുന്നത്? കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ ആണെങ്കിൽ ഘടകകക്ഷികളാണ്, ചെറിയ ഘടകകക്ഷികൾക്ക് പോലും കൊടുത്ത വകുപ്പാണ് തുറമുഖ വകുപ്പ് എന്ന് പറയുന്നത്. പിന്നെ CPN വാസവന്, അതേപോലെ തന്നെ കടന്നപ്പള്ളി രാമേന്ദ്രൻ, ഇവരൊക്കെയാണ് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനകത്തിൽ എന്താണ് ഇത്ര വലിയ വാല്യൂ എന്ന് അന്ന് മനസ്സിലായില്ല. മുഖ്യമന്ത്രി സാധാരണ ഒരു വകുപ്പ് എടുക്കുന്നവരെടുത്തു എന്നാണ് കരുതുന്നത്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് ചില പ്രഖ്യാപനങ്ങൾ വന്നു. അതായത് ബ്ലൂ എക്കോണമി, നമ്മൾ പറയുന്നത് മിഷൻ സമുദ്രയാണ്. കേരളം രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് മിഷൻ സമുദ്ര എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം വന്നു. അപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കിയത്, കേരളത്തിന്റെ കടൽ തീരങ്ങളിലെ സാധ്യതകൾ ഉപയോഗിച്ച് കേരളത്തെ രക്ഷപ്പെടുത്തിയെടുക്കുക. അതായത് നമ്മളിപ്പോ പറഞ്ഞതുപോലെ മദ്യവും ലോട്ടറിയും അല്ലാതെ
കേരളത്തിന്റെ കടൽ തീരത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അത് ശരിയുമാണത് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഫിഷിംഗ് രംഗത്താണെങ്കിലും ധാതുമണലിന്റെ കാര്യത്താണെങ്കിലും ഇപ്പൊ നമ്മുടെ കരിമണൽ കേസുകളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. കോടിക്കണക്കിന് ശതകോടിക്കണക്കിന് രൂപയുടെ ധാതു സമ്പത്ത് നിറഞ്ഞതാണ് നമ്മുടെ തീരപ്രദേശം എന്ന് പറയുന്നത്. അവിടെയൊക്കെയുള്ള സാധ്യതകൾ മുതലെടുത്തുകൊണ്ട് അതിനുവേണ്ടി കോർപ്പറേറ്റ്സ് വേണ്ടി വരും. കേരള സർക്കാരിനെ കൊണ്ട് ഫണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുതലെടുത്തുകൊണ്ട് നമുക്ക് കേരളത്തിനെ ഒരു വലിയ വികസന ഹബ്ബായിട്ട് മാറ്റിയെടുക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനോടൊപ്പമാണ് വിഴിഞ്ഞം പോലുള്ള അന്താരാഷ്ട്ര തുറമുഖം വന്നു. അതേപോലെ തന്നെ ബേപ്പൂർ തുറമുഖം വികസിപ്പിക്കണം. അതുപോലെ തന്നെ പൊന്നാനി തുറമുഖം വികസിപ്പിക്കണം. ഇതിനൊക്കെ വലിയ പദ്ധതികളാണ് വരുന്നത്. ഇതിനകത്തൊക്കെ കോർപ്പറേറ്റ്സ് വരികയും വേണം. കോർപ്പറേറ്റ്സ് വന്നെങ്കിൽ അവർക്ക് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു സാധ്യത ഇത് വന്നു കഴിഞ്ഞാൽ കേരളത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് അതായത് ഈ 5 വർഷത്തെ ഭരണത്തിനിടയിൽ ഇത്തര വരുമാനത്തിൽ നിന്നൊക്കെ പിന്നെ കേരളത്തിന്റെ 5 ലക്ഷം കോടിയാണല്ലോ ഇപ്പൊ പൊതുകടം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് കേരളത്തെ ഒന്ന് മോചിപ്പിച്ചെടുക്കുക, നമുക്കൊരു താൽക്കാലിക ആശ്വാസം ഉണ്ടാക്കിയെടുക്കുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് തുറമുഖ വകുപ്പ് ഏറ്റെടുത്തെന്ന് പറഞ്ഞത്. പക്ഷേ ഇതിനെക്കുറിച്ച് പഠിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പ്രസ്താവന, കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് തിരുത്തേണ്ടി വന്നില്ലേ? ടാറ്റയ്ക്ക് തിരുത്തേണ്ടി വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ടാറ്റ തിരുത്തിയിരിക്കുന്നത്. പ്രേമൻ അത് കണ്ടില്ലേ? എക്കണോമിക് ടൈംസ് അതും അതല്ല ഇത് ഇത്രയും അല്ലെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിവാദങ്ങൾ ഉയരുമ്പോൾ ഒരു നിക്ഷേപകരും ഇപ്പൊ താല്പര്യപ്പെട്ടവർ പോലും പിൻവാങ്ങുന്നൊരവസ്ഥ ഉണ്ടാവും. പ്രേമ, ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് പല നിക്ഷേപകരും ഓടിപ്പോകാനുള്ള കാര്യം എന്താണ്? കേരളത്തിനകത്തെ ഇൻവെസ്റ്റേഴ്സ് പോലും കേരളം വിട്ടിട്ട് തമിഴ്നാട് ബോർഡറിൽ പോയി ബിസിനസ് നടത്തുന്നത് എന്താണ്? എത്രയോ സ്ഥാപനങ്ങൾ കിറ്റക്സ് ജീവനം കൊണ്ട് ഓടുകയായിരുന്നു ചെയ്തത്. അതുപോലെ V-Guard, അങ്ങനെയൊക്കെയുള്ള കേരളത്തിലെ ഏറ്റവും നമ്മൾ പറഞ്ഞ ടോപ്പ് ലെവൽ ബ്ലൂ ചിപ്സ് എന്നൊക്കെ പറയാവുന്ന കമ്പനികളെല്ലാം കേരളം വിട്ട് ഓടുകയാണ്. സാർ എന്റെ ഒരു സംശയം ഇപ്പൊ ഈ ഏറ്റവും ഒടുവില് പി രാജീവ് ധാരണാപത്രം, അതായത് പ്രാഥമികമായ നടപടിക്രമം അത് ഒപ്പിടുന്ന തരത്തിലുള്ള ഒരു ചിത്രം അടക്കം ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ വാസ്തവത്തിൽ ഇതൊരു ക്രെഡിറ്റ് ആർക്ക് പോകും എന്നുള്ളതാണോ ഇവിടുത്തെ വിഷയം? ഇത് പദ്ധതി കൊണ്ടുവന്ന LDF സർക്കാർ, അല്ലെങ്കിൽ ഇപ്പോൾ VD സതീശൻ അവകാശപ്പെടുന്ന പോലെ ഈ ഒരു അവകാശ തർക്കം മാത്രമാണ് ഇവർ തമ്മിലുള്ള കാര്യം? ഇതിനെക്കുറിച്ച് പ്രതിപക്ഷ നേതാവിനോട് പ്രതികരണം തേടിയപ്പോൾ അദ്ദേഹം ഒരു സാധാരണഗതിയിൽ കടന്നാക്രമിക്കാമായിരുന്നു മുഖ്യമന്ത്രിയെ. അദ്ദേഹം പോലും അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ പരിമിതപ്പെടുത്തുന്നത് കണ്ടു. അപ്പോൾ വാസ്തവത്തിൽ ഇത് LDF സർക്കാർ തുടങ്ങി വെച്ചൊരു സംഗതി ഈ പറയുന്ന VD സതീശൻ മിഷൻ സമുദ്ര പോലെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എടുത്തു വെച്ചു എന്നതിനപ്പുറം കാര്യമായ വിവാദങ്ങൾക്ക് അടിത്തറയുണ്ട്. അതോ ഇത് വാസ്തവത്തിൽ ഈ ക്രെഡിറ്റ് ആർക്ക് പോകും എന്നുള്ള ആശങ്കയാണ് ഇത്ര വലിയ വിവാദങ്ങൾക്ക് പിന്നിൽ? ക്രെഡിറ്റ് ആർക്കെങ്കിലും പോകട്ടെ, LDF സർക്കാർ വേണേ കൊണ്ടുപോകട്ടെ, UDF സർക്കാർ കൊണ്ടുപോകട്ടെ. പക്ഷെ കേരളത്തിന് ആത്യന്തികമായിട്ട് കേരളത്തിന് കിട്ടേണ്ട പദ്ധതിയാണിത്, അല്ലെ? കേരളത്തിനാണ്, നമ്മളെ പോലുള്ള ഓരോ മലയാളിക്കും പ്രയോജനം കിട്ടേണ്ട പദ്ധതിയാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പദ്ധതിയെ പഠിക്കണമായിരുന്നു. രാജീവ് പറഞ്ഞത് ശരിയാണ്. 2025 LDF സർക്കാരിന്റെ കാലത്ത് അത് ഷിപ്പല്ല, ബോട്ട് എന്നൊരു പ്രയോഗമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒരു ബോട്ട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് ഈ മലബാർ സിമന്റ്സ് നമുക്കറിയാം, പാലക്കാട്ടെ കമ്പനി എന്ന് പറഞ്ഞാൽ മലബാർ സിമന്റ്സും ഈ ടാറ്റയുടെ അനുബന്ധ ഗ്രൂപ്പും അവരും തമ്മിൽ ഒരു ധാരണാപത്രം ഉണ്ടായിട്ടുണ്ട്. അത് ഷിപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഷിപ്പ് ബോട്ട് എന്നാണ് അതിനകത്തിലെ ആ വാചകങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഈ കപ്പൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് കുറെ പ്രോജക്ട്സ് അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്തില് അങ്ങനെ വന്ന കൂട്ടത്തിൽ ലോജിസ്റ്റിക്സ് ഉണ്ട്, പിന്നെ ഇതിന്റെ ബോട്ടിന്റെ അനുബന്ധ അറ്റകുറ്റപ്പണികൾ, ഡോക്ക് യാർഡ്, ഇതിന്റെ അറ്റകുറ്റപ്പണികൾ, ഇങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുത്തും. ഇതിന് ഹുണ്ടായി വരുന്നുണ്ട് കേട്ടോ. ഹുണ്ടായി ഇതിനകത്തിൽ എന്തോ പിന്നെ ഇത്തരത്തിലുള്ള കേസിന് ഇതിനകത്തിൽ അവരുടെയും സഹായം വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഏതാണ്ട് 10,000 കോടി രൂപയുടെ പ്രോജക്റ്റാണ് ഈ പറയുന്നത്. അതല്ലാതെ ടാറ്റ മാത്രം ഇൻവെസ്റ്റ് ചെയ്യല്ല, ടാറ്റ മാത്രം കൊച്ചി കപ്പൽ നിർമ്മാണശാല പോലെ ഒരു സ്ഥാപനം കേരളത്തിൽ തുടങ്ങുക, അല്ലെങ്കിൽ അതേപോലെ ഒരു സംരംഭം കേരളത്തിൽ ആരംഭിക്കാനുള്ള ഒരു പദ്ധതി ആയിരുന്നില്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഠിക്കാതെ പറഞ്ഞത് കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു അദ്ദേഹത്തെ പോലെ ഒരാൾ സംസാരിക്കുന്ന. അദ്ദേഹത്തിന്റെ പുറകിൽ നമുക്കറിയാമല്ലോ, മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന, അത് ദൃശ്യമാധ്യമത്തിലാണെങ്കിലും അതേപോലെ തന്നെ പ്രിന്റ് മീഡിയയിൽ ഉണ്ടായിരുന്ന ആളുകളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താക്കുറിപ്പ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രി തെറ്റിദ്ധരിച്ചതാണോ, അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണോ എന്നറിയത്തില്ല. എന്തായാലും അദ്ദേഹം പഠിക്കാതെ സംസാരിക്കത്തില്ല. ആ കുറിപ്പായിരിക്കും എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് ക്രെഡിറ്റിന്റെ പ്രശ്നമല്ല. ഇത് ക്രെഡിറ്റ് ആര് വേണേ കൊണ്ടുപോകട്ടെ. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ
ആധികാരികമായിട്ട് പഠിച്ചു വേണമായിരുന്നു സംസാരിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരു വലിയ വിവാദമായിട്ട് മാറിപ്പോയത്. രാജീവിന് വ്യവസായ മന്ത്രിയായിരുന്നു, രാജീവിന് ഇത്ര കാര്യങ്ങൾ അറിയാം, ആ എഗ്രിമെന്റിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് സത്യമാണ്. ശരി, നന്ദി സർ.